Hello friends, welcome to our channel. Today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻ മാനേജ്മെന്റ് ആണ്. സോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇവാലുവേഷൻ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് CPC എക്സാമിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ഇവാലുവേഷൻ മാനേജ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ടെലിഫോൺ സർവീസ്. സോ നമുക്കിന്ന് എന്താണ് ടെലിഫോൺ സർവീസ്, എങ്ങനെയാണ് ഒരു ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സുകളും ട്രിക്സുകളും എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പലർക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ടെലിഫോൺ സർവീസിന്റെ റോള് ഇവാലുവേഷൻ മാനേജ്മെന്റിൽ. അതായത് ഒരു പേഷ്യന്റിനെ ഒരു പ്രൊവൈഡർ കൺസൾട്ട് ചെയ്യുകയാണ് വിത്തൗട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനി ഇലക്ട്രോണിക് ഡിവൈസ്. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെയോ മറ്റോ പ്രസൻസിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടത്താതെ തന്നെ ആ പേഷ്യന്റിന് എന്താണ് ഡിസീസ് എന്നുള്ളത് കൺഫേം ചെയ്യുകയോ ആ പേഷ്യന്റിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഈ ടെലിഫോൺ സർവീസ്. അതുപോലെ തന്നെ ടെലിഫോൺ സർവീസ് എന്ന് പറയുന്നത് CPC എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ സെറ്റുകളിലും ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യേണ്ട രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ റൂളാണ് നോൺ ഫേസ് ടു ഫേസ് സർവീസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് CPC എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യേണ്ട രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യനിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഡോക്ടർ ഫോൺ വിളിച്ചിട്ട് പേഷ്യന്റുമായിട്ട് ഇന്ററാക്ഷൻ നടത്തി, അദ്ദേഹം ആ പേഷ്യന്റിന് എന്താണോ ആവശ്യമായിട്ടുള്ള സർവീസ് ആ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടന്നു എന്ന്. അതായത് ഒരു ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റൂള് പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്ന ഈ എക്സാമ്പിളിൽ നമ്മൾ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യാൻ പാടില്ല. കാരണം ആ ക്വസ്റ്റ്യന്റെ ഏറ്റവും അടിയിലായിട്ട് പ്രൊവൈഡറും പേഷ്യന്റും തമ്മിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടന്നു എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. സോ അവിടെ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്താൽ ആൻസർ തെറ്റും. ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് റൂള് നമുക്ക് നോക്കാം. 24 hours ഡോക്ടർ വിസിറ്റ് നോ കോൾ ടെലിഫോൺ സർവീസ്. ഒരു പേഷ്യന്റിന് ഡോക്ടർ ഫോണിലൂടെ കൺസൾട്ടേഷൻ കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ആ പേഷ്യന്റിനോട് പെട്ടെന്ന് ഡോക്ടർ പറയുകയാണ്, താൻ 24 hours എന്നെ നേരിട്ട് വന്ന് കാണണം. സോ അവിടെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരും. സോ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യാൻ പാടില്ല. ഈ ഒരു റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യുമ്പോൾ. അതായത് നമുക്ക് CPC എക്സാമിന് ക്വസ്റ്റ്യൻസ് ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യേണ്ട രൂപത്തിലുള്ളതൊക്കെ വരും. അതിന്റെ അപ്പർ പാർട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പേഷ്യന്റ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നമ്മൾ കരുതും ടെലിഫോൺ സർവീസ് ആണ് അവിടെ, അപ്പൊ നമുക്ക് ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യാമെന്ന് നമ്മൾ മൈൻഡിൽ വിചാരിക്കും. പക്ഷേ ആ ക്വസ്റ്റ്യന്റെ ഏറ്റവും അടിയിലായിട്ട് പറയുന്നുണ്ടാവും 24 hours ആ പ്രൊവൈഡറെ നേരിട്ട് വന്ന് പേഷ്യന്റിനോട് കാണാൻ ആ പ്രൊവൈഡർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. സോ അവിടെ നമ്മൾ 24 hours വന്നു, അതിനുശേഷം ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരും. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യരുത്. അങ്ങനെ കോഡ് ചെയ്താൽ നമ്മൾ ആൻസർ തെറ്റും. സോ കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് റൂളാണ് ടെലിഫോൺ സർവീസിന്റെ ഈ റൂള്. ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് റൂൾ എന്താണെന്ന് നോക്കാം. 7 days സെയിം റീസൺ നോ കോഡ് ടെലിഫോൺ സർവീസ്. അനദർ കേസ് മസ്റ്റ് കോഡ് ഫോർ ടെലിഫോൺ സർവീസ്. ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. അതായത് ഒരു പേഷ്യന്റ് ഒരു പ്രൊവൈഡറെ വന്ന് കാണുകയാണ്, അദ്ദേഹത്തിന് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് കയ്യിൽ ഫ്രാക്ചർ സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പ്രൊവൈഡർ അവിടെ ഇന്റേണൽ ഫിക്സേഷൻ നടത്തി, കാസ്റ്റ് അപ്ലൈ ചെയ്തു. അതിനുശേഷം പേഷ്യന്റിന് ഡിസ്ചാർജ് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു. ഇനി 7 days ഈ ഒരു റീസണുമായി അറ്റാച്ച് ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആ പേഷ്യന്റിന് ഡെവലപ്പ് ചെയ്താൽ ആ ഒരു കണ്ടീഷന് പ്രൊവൈഡർ ടെലിഫോൺ സർവീസ് വഴി കൺസൾട്ടേഷൻ കൊടുക്കുകയും ചെയ്തു. ബട്ട് നമ്മൾ ഈ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യാൻ പാടില്ല. കാരണം
7 ഡേയ്സിനുള്ളിൽ ഉണ്ടായ ഒരു ഫ്രാക്ചറുമായിട്ട് റിലേറ്റഡ് ആയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇത്തരം സിറ്റുവേഷനിൽ ചെയ്ത ടെലിഫോൺ സർവീസിന്റെ കോഡുകൾ നമ്മൾ കോഡ് ചെയ്യാറില്ല. നമുക്ക് CPC എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ റൂൾസ് എല്ലാം ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഇനി ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയാം. ഇതേ പേഷ്യന്റ് തന്നെ ഫ്രാക്ചർ ആയി ഹോസ്പിറ്റലിൽ വരുന്നു. പ്രൊവൈഡർ ഇന്റേണൽ ഫിക്സേഷൻ കാസ്റ്റും എല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് കൊടുത്ത് വീട്ടിലേക്ക് എത്തുന്നു. ഈ പേഷ്യന്റിന് 7 ഡേയ്സിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷൻ നമ്മളെ ഈ ഫ്രാക്ചറുമായിട്ട് തീരെ റിലേറ്റഡ് അല്ല, അൺറിലേറ്റഡ് ആയിട്ട് ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് ഡോക്ടറെ വിളിച്ച് കൺസൾട്ടേഷൻ നടത്തുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യണം. കാരണം ഇവിടെ ഉണ്ടായ കണ്ടീഷൻ എന്ന് പറയുന്നത് മുന്നേ ഉണ്ടായ സിറ്റുവേഷനുമായിട്ട് അൺറിലേറ്റഡ് ആണ്. സോ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ടെലിഫോൺ സർവീസ് കോഡ് ചെയ്യണം. ടെലിഫോണിക് സർവീസ് കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് നോ കോഡ് ഫോർ ടെലിഫോണിക് സർവീസ്. അതായത് ഒരു പേഷ്യന്റിന് സർജറി കണ്ടക്ട് ചെയ്തു. ഈ സർജറി കണ്ടക്ട് ചെയ്തിട്ട് ആ പേഷ്യന്റ് റെസ്റ്റിലാണ്. ഈ സിറ്റുവേഷനിൽ പേഷ്യന്റ് പ്രൊവൈഡറുമായിട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തുകയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ടെലിഫോണിക് സർവീസ് കോഡ് ചെയ്യാൻ പാടില്ല. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ടെലിഫോണിക് സർവീസ് കണ്ടക്ട് ചെയ്താൽ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ആ ടെലിഫോണിക് സർവീസ് കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള്. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു തന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching. See you on my next video.